അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മളൊരു സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ അതിനായിട്ടുള്ള കേക്ക് ഫ്ലോർ റെഡിയാക്കുകയാണ്. നമ്മളിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്ന് പറയുമ്പോൾ 1/4 കപ്പ് കോൺഫ്ലോർ. ഇനി നമുക്കിതിലേക്കൊരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കാഡ്ബറിയുടെ കൊക്കോ പൗഡറാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ്. അപ്പം ഇപ്രാവശ്യം ഹെർഷീസിൻ്റെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും കൊക്കോ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പ്രാവശ്യം സീവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഉള്ളൂ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. ഇപ്പോൾ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. കേക്ക് ടിന് നമുക്ക് ഡസ്റ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്തിട്ട് ഒരു ബിയർ ബബിൾസിൻ്റെ ഫോം ആകുമ്പോൾ നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം. അപ്പം 1 കപ്പ് പൊടിക്ക് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഷുഗറാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ബിയർ ബബിൾസിൻ്റെ ഫോമിലെത്തിയപ്പോൾ നമ്മൾ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ 3 ബാച്ചായിട്ട് നമ്മൾ ഷുഗർ ഫുള്ളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ പരുവം. ഇപ്പം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വിനാഗിരിയും അതുപോലെ തന്നെ വാനില എസൻസും എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ നാരങ്ങനീരും ചേർത്ത് കൊടുക്കാം. വിനാഗിരിയോ നാരങ്ങനീരോ ചേർക്കുന്നത് ആ മുട്ടയുടെ ഒരു മണം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാക്കുകയാണ്. നിങ്ങളടുത്ത് ബട്ടർ മിൽക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ ബട്ടർ മിൽക്ക് റെഡിയാക്കാനായിട്ട് നമ്മൾ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയാകും.
അപ്പോൾ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റായി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നേരത്തെ നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 3 ബാച്ചായിട്ട് സീവ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുക കേട്ടോ. ഭയങ്കര അഗ്രസീവായിട്ട് ഫോൾഡ് ചെയ്യാതിരിക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നേരത്തെ നമ്മൾ ഡസ്റ്റ് ചെയ്ത് വെച്ച് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിലൊരു ക്ലോത്ത് ഇട്ടിട്ട് വേണം ഇങ്ങനെ തട്ടി കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് 20 മിനിറ്റ്സിന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് വെച്ചിട്ട് നമ്മൾ ബാസ്ക്കറ്റ് കേക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ബാസ്ക്കറ്റ് വീവ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.